السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس الحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم يفعلون ما يؤمرون. اللهم صل على محمد وعلى آل محمد. أشهد لا إله إلا الله وأشهد أن محمدا رسول الله. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സ്നേഹനിധികളായ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസീയത്ത് ചെയ്യുന്നു, അഥവാ ബലവത്തായി ഉപദേശിക്കുന്നു. അങ്ങനെ ജീവിച്ച് നരകാഗ്നിയും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിച്ച് അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് മാതൃകളായി ജീവിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എപ്രകാരത്തിലാണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു, അപ്രകാരത്തിൽ ആയിരിക്കണം നമ്മളും വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത് നോക്കുക. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് തഫ്സീറായ നബിചര്യകൾ അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലുഹു, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത്ര വേറെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അതതിന് തഫ്സീറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, അത് തഫ്സീറായും കൊണ്ട് അത് വേറെയും അവതരിപ്പിച്ചു. അപ്പോൾ ഖുർആൻ്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതുകൂടാതെ മഹാന്മാരെ പല പണ്ഡിതന്മാരും യാതൊരു ഹദീസിനും പിൻബലമില്ലാതെ ധാരാളം തഫ്സീറുകൾ ഇവരെ രചിച്ചിട്ടുണ്ട്. തഫ്സീറിൽ അങ്ങനെയുണ്ട്, മഹാന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല അതിനും തെളിവായും കൊണ്ട് ഫത്വയ്ക്ക് അത്തരത്തിൽ തഫ്സീറുകൾ ഹാജരാക്കലുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം തഫ്സീറുകൾ നമ്മൾ ഹാജരാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ്റെ പിൻബലമുള്ള തഫ്സീർ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹ് ഹദീസിന് പിൻബലമുള്ള തഫ്സീറായിരിക്കും നാം സ്വീകരിക്കേണ്ടത്. ഇല്ലെങ്കിൽ സംസ്ഥക്കാരെ പോലെ നമ്മളും ആയിപ്പോവും. കാരണം ഇവിടെ ഒറ്റ സംഘടനയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഐക്യസംഘം. 921 രൂപീകരിക്കുകയും പിന്നീട് ആ ഐക്യസംഘത്തിൽ നിന്നും കേരള ജമിഅത്ത് ഉലമ KJU എന്ന പേരിൽ സംഘടന രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഒന്നെന്തില്ല, ഇവിടെ മുജാഹിദീങ്ങളില്ല, അതേപോലെ തന്നെ സമസ്തക്കാരില്ല, അതേപോലെ ഒരു സംഘടനക്കാരുമില്ല. കേരളത്തിൽ ഒറ്റ സംഘടന ഉണ്ടായിരുന്നു. സമസ്തക്കാരും മുജാഹിദീങ്ങളും തബ്ലീഗികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും കേരളത്തിൽപ്പെട്ടുള്ള വിശുദ്ധക്കാരും അതേപോലെ തന്നെ മണവൂരികളും എല്ലാവർക്കും കൂടി ഒറ്റ സംഘടന. ആ സംഘടന 924 രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴേ അതിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമിഅത്ത് ഉലമ എന്ന പേരിൽ സമസ്തക്കാർ മറ്റൊരു സംഘടന രൂപീകരിക്കുകയും ശേഷം ഒരു പ്രമേയം അവർ എഴുതിയുണ്ടാക്കുകയും ചെയ്തു. ആ പ്രമേയം
എന്തല്ല, ഖുർആൻ ഹദീസ് പിൻബലമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഖുർആൻ ഹദീസ് പിൻബലമില്ലാത്ത പ്രമേയങ്ങളൊന്നും എന്തല്ല, അത് പണ്ഡിതന്മാർ കൂട്ടി എഴുതി വട്ടം കൂടി ഇരുന്ന് എഴുതിണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഖുർആൻ ഹദീസ് തെളിവുണ്ടോ എങ്കിലും സ്വീകരിക്കാം. ഇല്ലേ അത് തള്ളിക്കളയേണ്ടതാണ്. ഇല്ലെങ്കിൽ ഏതുപോലെ ആയിരിക്കും ജൂത ക്രിസ്ത്യാനികളുടെ ഫത്വ പോലെ ആയിരിക്കും. ജൂത ക്രിസ്ത്യാനികൾ അവർ കമ്മിറ്റി കൂടിങ്ങാണ്ടാണ് കാര്യങ്ങൾ പാസ്സാക്കാറ്, തീരുമാനങ്ങൾ എടുക്കാൻ ഫത്വ ഇറക്കാറുള്ളത്. അല്ലാഹു തആല ഹറാമാക്കിയ കാര്യം എന്ത് ചെയ്യുന്നു, അവർ ഹലാലാക്കുന്നു, ഹലാലാക്കിയ കാര്യം ഹറാമാക്കുന്നു. അത് നമുക്ക് സ്വീകരിച്ചുകൂടാ. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പിൻപറ്റലായി, ആരാധിക്കലായി. ആ കാര്യം അല്ലാഹു തആല സൂറത്ത് തൗബയിൽ നിന്ന് ഒരായത്ത് ിലൂടെ നമുക്ക് ശീലിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്നുള്ള ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ നൽകി. പണ്ഡിത പുരോഹിതന്മാർ അല്ലാഹു തആല ഹറാമാക്കിയ കാര്യം പണ്ഡിത പുരോഹിതന്മാർ ഹലാലാക്കുക, അല്ലാഹു തആല ഹലാലാക്കിയ കാര്യം പണ്ഡിത പുരോഹിതന്മാർ ഹറാമാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് പിൻപറ്റിയാൽ എന്ത് ചെയ്യുന്നു, ആ പണ്ഡിത പുരോഹിതന്മാരെ ആരാധിക്കും തുല്യമാവുന്നു. ഫദാലിക അതാണ് ഇബാദത്ത്. പണ്ഡിത പൗരന്മാരെ ആചരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിത പൗരന്മാരെ പിൻപറ്റി നമ്മൾ ജീവിക്കുക. അള്ളാഹും റസൂലും പഠിപ്പിക്കാത്തൊരു കാര്യം പണ്ഡിത പൗരന്മാർ ഫത്വ ഇറക്കി തന്നാൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ആ പണ്ഡിത പൗരന്മാരെ നമ്മളെ പിൻപറ്റി ജീവിക്കലായി. അപ്പോൾ അങ്ങനെ പിൻപറ്റി ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, അവരെ ആരാധിക്കും തുല്യമാണ് എന്ന് വിശ്വാസം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വളരെയധികം ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നു പ്രധാനമായി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്? ഒന്നാമതായിട്ട് ഇവിടെ ഖുർആനോ ഹദീസോ ഒന്നും കൂടാതെ പണ്ഡിത സൂര്യന്മാർ പതിവായി ഇറക്കിയ അല്ലെങ്കിൽ പ്രമേയമായി ഇറക്കിയ ഒരു വിഷയത്തിലേക്കാണ് ഒന്നാമതായി ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നത്. സമസ്ത പ്രമേയം ഇപ്പോൾ നിലവിലുണ്ട്. അവർ 6-ാം സമ്മേളനത്തിലും 50-ാം സമ്മേളനത്തിലും 70-ാം സമ്മേളനത്തിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. പത്രം റിപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ അവർ സോനിയർ റിപ്പോർട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ കാര്യം കിട്ടുന്നത്. 31ഓളം അനാചാരങ്ങൾ എഴുതിയുണ്ടാക്കി. അള്ളാഹും റസൂലും നാം പഠിപ്പിച്ചു തരാത്ത അനാചാരങ്ങൾ, ഷർറുൽ ഉമൂർ, മതകാരണം ഷർറായ കാര്യങ്ങൾ, മുഹ്ദാത്ത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത്, മുക്കുൽ മുഹദ് ബിദ്അ, എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ ബിദ്അത്താവുന്നു എന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അതായത് അള്ളാഹും റസൂൽ പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ആയിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. മാതാക്കും റസൂൽ ഫഹദു കൊണ്ടുവന്ന് അത് സ്വീകരിക്കുക. ഒമാൻ അഹാത്മു ഫന്തഹു, അള്ളാഹു താല വിരോധിച്ചിന് വിട്ടു നിൽക്കുക. അപ്പോൾ അള്ളാഹു താല എന്ത് ചെയ്യുന്നു, നമുക്ക് ദീനെ പൂർത്തിയാക്കി തന്നു. അല്യം അക്മൽത്തുലക്കും ദീനിക്കും, ഇന്നത്തെ ദിവസം നിങ്ങൾ ദീനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു താല പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പൂർത്തിയാക്കി തന്നു. അതോട് പിന്നീട് എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ശേഷം എന്തല്ല, ദീനിൽ പുതുതായി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവുന്നു, ഷർറുൽ ഉമൂർ, മതകാൻ ഷർറാവുന്നു, അത് വഴിവിശ മാർഗമാവുന്നു എന്നാണ്. ശിർക്കിലേക്കും അതായത് ബിദ്അത്തിലേക്ക് എത്തപ്പെടുന്ന കാര്യങ്ങളാവുന്നു. ഷർറുൽ ഉമൂറാണ്, മതകാൻ ഷർറായ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ, നബി സാഹിബ് ചോദിച്ച കാര്യങ്ങൾ, അതാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്ത്. അതിൽ പെടാത്ത കാര്യം പുതുതായിട്ട് നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തിവീത്തുകൾ, ജന്മദിനം കൊണ്ടാടൽ, മരിച്ചവരോടുള്ള സഹായം ചോദിക്കൽ, വഫാത്തായ പ്രവാചകനോട് പാപം തേടൽ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങളാവുന്നു. അതൊക്കെ ഹൈറായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. നബി സാഹിബത്തും ഏവിച്ച മാർഗത്തിൽ ഉണ്ടാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന് ശേഷം ചെയ്തതൊന്നും നമുക്കെന്തല്ല, ജീവിതത്തിൽ മാതൃകയല്ല. വഫാത്തിന് ശേഷം ചെയ്ത ചില സംഭവങ്ങളായിരിക്കും ഇതിന് തെളിവായി കൊണ്ട് സമസ്തക്കാരെ കൊണ്ടുവരിക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തോ ഏതെങ്കിലും ഹദീസോ കൂട്ടുമാറ്റിയായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ നമ്മോട് വായിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പല തഫ്സീറുകൾ, ഖുർആൻ ഹദീസോ പിൻബലമുള്ള തഫ്സീറുകളൊന്നും അവർക്കെന്തല്ല ഈ വിഷയത്തിൽ ഹാജരാക്കാൻ സാധ്യമല്ല. മരിച്ചവരോട് സഹായം ചോദിക്കുന്ന കാര്യത്തിലോ, വഫാത്തായ പ്രവാചകനോട് പാപം നേടുന്ന കാര്യത്തിലോ, മരിച്ചവർക്ക് വേണ്ടി നേർച്ചകൾ അർപ്പിക്കുന്ന കാര്യത്തിലോ, ബലിയങ്ങളെ രക്ഷിക്കണേ, മതിശയിക കാക്കണേ എന്നിങ്ങനെ വിളിച്ച് തേടുവാനോ, ആർക്കെങ്കിലും പോയി സങ്കടം പറയുവാനോ ഒരു എന്തല്ല അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ച ഒരു തഫ്സീറിലും നമുക്ക് കാണാൻ പറ്റൂല. അത് പിന്നീട് നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഷർറുൽ ഉമൂർ, അത് കാര്യം ഷർറായ കാര്യം മുഹ്ദസത്തുഹ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാകുന്നു.
കൊല്ലം മഹദും ബിദ, എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കി ബിദാത്താവുന്നു. കൊല്ലം ബിദാൻ വലാല, എല്ലാ ബിദ വലാലത്തും വഴിച്ച മാർഗമാവുന്നു. അപ്പോൾ ഖുർആൻ എന്നോ ഹദീസുകളോ, ഇത് രണ്ടാണ് ഇൽമ്. ഇത് രണ്ടാമത്തെ ഒരു ഇൽമില്ല. എല്ലാ ഇമാൻ മാത്രം ചെയ്യാൻ പറയുണ്ടായി. അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യം ഞാൻ വിട്ടേച്ച് പോയില്ല, എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫീക്കും അമ്രയിൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ച് പോകുന്നു. അതിൽ നിങ്ങൾ മുറിവേടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വഴിവെച്ചു പോയില്ല. അതെന്താവുന്നു? അള്ളാഹു പരിശുദ്ധ ഖുർആനും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ തഫ്സീറായ ഹദീസുമാകുന്നു. അതെന്ത് ചെയ്യുന്നു? നാമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് നാം അതിനെ കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു തആല ഉറപ്പ് നൽകിയിരിക്കുന്നു. പൂർവേദങ്ങളൊന്നും എന്തല്ല ഇപ്പോൾ നിലവില്ല എന്ന വിശുദ്ധ ഖുർആൻ അതിന് അക്ഷരത്തിനോ അല്ലെങ്കിൽ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമെന്ന് അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തഫ്സീറാണ് ഇന്ത്യയിലെ ഇസ്ലാം ഹദീസും. അതും സ്വഹിയായ രൂപത്തിലൂടെ ഖിയാമത്ത് നാളെ കാത്തു സൂക്ഷിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനും ഹദീസുമായിരിക്കണം നമ്മുടെ തെളിവ്. അതില്ലാത്ത തഫ്സീറുകൾ അല്ലെങ്കിൽ ഫത്വകൾ, പണ്ഡിതന്മാരുടെ പ്രസ്താവനകളൊന്നും എന്തല്ല സ്വീകാര്യോഗ്യമല്ല. നമ്മൾ പിൻപറ്റി ജീവിച്ചാൽ വഴിച്ചു പോകും. അങ്ങനെ അത്തരത്തിൽ പണ്ഡിതകൾ ഖുർആൻ ഹദീസ് തെളിവില്ലാത്ത പണ്ഡിതന്മാരുടെ ഫത്വകൾ, ഹറാമായ കാര്യം ഹലാലാക്കുന്ന, ഹലായ കാര്യം ഹറാമാക്കുന്ന ഫത്വകൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പണ്ഡിത പൗരന്മാരെ ആരാധിക്കും തുല്യമാവുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മളെ സംഘടനയിൽ നിന്നും പുറത്തുപോയ സമസ്തക്കാർ എഴുതിയ ഫത്വയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രമേയത്തെ സംബന്ധിച്ച് ആണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഓരോരുത്തരുടെയും ഫത്വകൾ ഓരോന്നായി പറയാൻ സമയക്കുറവുണ്ട്. ഒറ്റ ഫത്വ ഇതേപോലത്തെയാണ് മറ്റെല്ലാ ഫത്വയും മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ സംഘടനയിൽ പോയിട്ടുള്ള അവരുടെ എല്ലാവരുടെയും ഫത്വകൾ, എല്ലാവരുടെയും പ്രമേയങ്ങൾ ഇതേപോലത്തെ തന്നെ. ഖുർആൻ ഹദീസോ പിൻബലമുണ്ടോ നമുക്ക് സ്വീകരിക്കാം? ഇല്ലേ? അത് ഏത് തഫ്സീറിൽ കണ്ടു? ആ പണ്ഡിതൻ പറഞ്ഞു, ഈ പണ്ഡിതൻ പറഞ്ഞു, അത് ലോകത്തിലെ പണ്ഡിതന്മാരുടെ സംഘടനക്കാരുടെ ഫത്വയാണ്. എങ്ങനെയൊന്നും പറഞ്ഞൊന്നും നമുക്ക് അള്ളാഹിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സമസ്തയുടെ ഫത്വ ചെറിയ രൂപത്തിലൂടെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവർ ഫത്വ എഴുതിയത് ഇങ്ങനെയാണ്. അതായത് കേരളത്തിലെ മുസ്ലിംകൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു 11ഓളം അനാചാരങ്ങൾ. അതെന്തിനു മരിച്ചുപോയ മഹാന്മാർ സഹായം ചോദിക്കുക, അവരെ ഇടയാളന്മാരാക്കുക, അതേപോലെ തന്നെ നേർച്ചകൾ അർപ്പിക്കുക, മൗലൂദ്, റാത്തീബ്, ബത്താത്ത്, കുത്തുബ്, 31ഓളം അനാചാരങ്ങൾ എഴുതിയുണ്ടാക്കി എന്ത് ചെയ്തു? ഇത് മതാനുഷ്ഠാനങ്ങളാകുന്നു. ഇത് ശിർക്കാണെന്ന് ബിദ്അത്ത് പറയുന്നവർ ഇമാമത്തിനോ ഖാസിത്താത്തിനോ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളല്ല എന്നർത്ഥം. അവരെ ഇമാമത്തിനും ഖാസിസ്ഥാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അവർ ഫത്വ ഇറക്കിയിരിക്കുന്നു. എന്നിട്ട് ആരാണത്? പണ്ഡിതന്മാരെല്ലാം കൂടിയാണ് ധാരാളം പണ്ഡിതരുടെ പേരും അവർ എഴുതിയിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? അവരെല്ലാം കൂടി ഐക്യഗണ്യമായി അവർ തീരുമാനിച്ചു അത് മതാനുഷ്ഠാനമാണ് എന്ന് പറഞ്ഞ് പേരെഴുതി പിന്താങ്ങി ഒപ്പിട്ട രേഖകളൊക്കെ തന്നെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അവർ 6ാം സമ്മേളനത്തിനും അവർ 70ാം സമ്മേളനത്തിനും അതേപോലെ തന്നെ 50ാം സമ്മേളനത്തിനും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. അക്കാര്യം ഓർക്കുക. പിന്നെ തന്നെയല്ല നമ്മളിത് വെറുതെ പറയുകയാണ് ഒരു പക്ഷേ വിവരമില്ലാത്തവർ പറയും. അതിന് വേണ്ടിയിട്ടാണ് അവർ സുവനീറിൽ എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പത്രത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായി ആളോട് എപ്പോഴും പറയാം. അങ്ങനെയാണ് നമുക്കിത് കിട്ടാൻ കാരണം. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രമേയത്തിന് മീതെ തന്നെയാണ് അവരുള്ളത്. അപ്പോൾ അവരുടെ പ്രമേയം സത്യപ്പെടുത്താൻ വേണ്ടി ഖുർആനോ ഹദീസോ വളച്ചൊടിക്കുക, അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ആ ഭയാനകമായ ആഫത്തിലേക്ക് ജനങ്ങൾ പോകാൻ കാരണം ഇൽമില്ലാത്തതിൻ്റെ കുറവാണ്. ഖുർആൻ ഹദീസോ പഠിക്കാത്തതിൻ്റെ കാരണമാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആൻ ഹദീസും അർത്ഥത്തോട് വായിച്ച് പഠിക്കുക, അങ്ങനെ നബി സാഹിബത്ത് ജീവിച്ച മാർഗം അത് പഠിച്ചറിയുക എന്നുള്ളത് നമ്മൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വളരെ സുപ്രധാനമായ ഒരു കാര്യമാകുന്നു. അത് സൗകര്യം പെട്ട നിലക്കാണ് നമ്മൾ അമാനി മുതൽ തഫ്സീർ പദാപദം അർത്ഥങ്ങളുണ്ട്, ഒറ്റാർത്ഥങ്ങളുണ്ട്. അതേപോലെ തഫ്സീറുകൾ വിശദീകരണത്തിൽ എന്തുണ്ട്, ഹദീസുകളും ഖുർആനുകളും പിൻബലമായി കൊടുത്തിട്ടുണ്ട്. ആ തഫ്സീർ ഇൻഷാ അല്ലാഹ് അത് ഇപ്പോൾ മലയാളത്തിലാണുള്ളത്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ വേണ്ടി
ഞാൻ ജമഅത്തിലൂടെ ഉമ്മയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് അവർ നമുക്ക് മറുപടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തഫ്സീർ നമ്മൾ എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ അതിൻ്റെ ആപ്പ് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു നടന്ന് മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തൊക്കെ തന്നെ സംശയാസ്പദമായ സന്ദർഭങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കുവാനും വായിക്കുവാനും ഒക്കെ സാധിക്കും. എന്നപോലെ പാരായണങ്ങൾ പല രൂപത്തിലുള്ള പാരായണങ്ങളുണ്ട്. അതും എന്ത് ചെയ്യണം, നമ്മൾ കയറ്റിക്കൊണ്ട് ഓരോ ആയത്തുകളും ഇപ്രകാരമാണ് പാരായണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചറിയേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഖബറിൽ ചോദ്യത്തിന് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ എങ്ങനെ വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ വായിച്ചു പഠിച്ചോ ഇല്ലയോ എന്ന് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. ഇൽമുക്ക, നിൻ്റെ ഇൽമ എന്താവുന്നു? അപ്പോൾ ഖറഅതു കിതാബ് അല്ലാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു, ആമൻതു ബിഹി ഞാൻ വിശ്വസിച്ചു, വസദ്ദഖതു ബിഹി ഞാൻ സത്യമാക്കി. നമുക്ക് മറുപടി പറയണം. അല്ലെങ്കിൽ എന്ത് വേണം? വിശ്വസിക്കണം. എന്ത് വേണം? അത്തോട് വായിച്ചു പഠിക്കണ്ടേ? സത്യമാക്കി എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ പഠിപ്പിച്ചു കൊടുത്തു, അപ്രകാരം എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കി മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സത്യമാക്കി എന്ന് പറയാൻ സാധിക്കുള്ളൂ. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിപ്പിച്ചു കൊടുക്കും വേണം. പരസ്പരം ഉപദേശിക്കാത്തവൻ നഷ്ടപ്പെട്ടവനാണ്. വൽ അസ്ർ എന്ന് ഓതി നോക്കുക, അതിൻ്റെ തഫ്സീർ നോക്കുക. പരസ്പരം ഉപദേശിക്കാത്ത ആളുകളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടവൻ എന്താ നഷ്ടപ്പെടുന്ന? സ്വർഗ്ഗമാണ്. അപ്പോൾ ആ സ്വർഗം നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. ആ സ്വർഗം നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കൂടാ. അതാണ് നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിൻ്റെ അർത്ഥവും അതിന് വിഷയവുമായി കൊണ്ട് ഹദീസും പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. സൂറത്ത് തഹ്രീമിൽ നിന്നാണ് ഞാൻ ഓതിയത്. വളരെ ശ്രദ്ധേയമായി നമ്മൾ കണക്കിലെടുക്കേണ്ട വിഷയമാണ് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നത്. അല്ലാഹു തആല പറയുന്നു, സത്യവിശ്വാസികളോടെ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ സ്വന്തം ശരീരങ്ങൾ സൂക്ഷിക്കുക, വഅഹ്ലീകും, നിങ്ങൾ കുടുംബങ്ങളെയും സൂക്ഷിക്കുക, നരകത്തെ തൊട്ട്. അപ്പോൾ മരണത്തോടനുബന്ധിച്ച് പരലോകത്ത് ഒരുക്കപ്പെട്ട ഒരു മഹാവിപത്താണ് എന്ത്? വിചാരണയ്ക്ക് ശേഷം നരകം, അല്ലെങ്കിൽ നരകം. ആ നരകത്തിൽ കടക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇഹലോകത്ത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണം മരണം വരെ. അതാണ് നമ്മൾ പ്രധാനമായി അനുഷ്ഠിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, സൂക്ഷിക്കുക, അൻഫുസകും, നമ്മൾ സ്വന്തം ശരീരങ്ങൾ സൂക്ഷിക്കുക എന്നാണ് അല്ലാഹു തആല നമ്മോട് പറയുന്നത്. ഖൂ അൻഫുസകും, സ്വന്തം ശരീരം. അപ്പോൾ എന്താ സൂക്ഷിക്കേണ്ടത്? എന്താണ് സൂക്ഷിക്കേണ്ടത്? അല്ലാഹു തആല ഇത്തഖുല്ലാഹ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ഖുതുബ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഇത്തഖുല്ലാഹ്. പ്രവാചകന്മാരൊക്കെ തന്നെ ജനങ്ങളോടായി പറഞ്ഞ കാര്യമാണ് ഫത്തഖുല്ലാഹ് വഅതീനി, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. അതായത് ഇത്തഖുല്ലാഹ് ഹഖ്ഖ തുഖാതിഹി, ഇത് ധാരാളമായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഇത്തഖുല്ലാഹ്. എന്താ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതായത് അല്ലാഹുവിനെ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ശിർക്കിൽ നിന്നും വിദേഹത്തിൽ നിന്നും വിട്ടു നിൽക്കുക, ഹറാമായ കാര്യങ്ങൾ വിട്ടു നിൽക്കുക. അതേപോലെ തന്നെ നിർബന്ധ കർമ്മങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ പാത്തുമാക്കുക. അതായത് അതോടുകൂടി സുന്നത്തെ കർമ്മം കഴിഞ്ഞത്തെ കൊണ്ടുവരിക. ഇസ്തഖുല്ലാഹ്. അത് എന്ത് ചെയ്യുന്നു? പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമുക്ക് സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ്. ആ പരിശുദ്ധ ഖുർആനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഹറാമായ കാര്യങ്ങൾ ഇന്നൊക്കെയാണ്, ഹലാല കാര്യങ്ങൾ ഇന്നൊക്കെയാണ്, നിർബന്ധ കർമ്മങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, സുന്നത്തെ കർമ്മങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതാണ് ഫത്തഖുല്ലാഹ്, അത് സൂക്ഷിക്കുക. അതെങ്ങനെയാണ് ജീവിതത്തിൽ ആവർത്തിമാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? പ്രവാചകനെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ സമുദായത്തിനും പ്രവാചകനെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഫത്തഖുല്ലാഹ് എന്ന ഈ തഖ്വ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, നമസ്കരിക്കുക, നോമ്പ് വെക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക എന്ന കൽപ്പനകളാണ് ഖുർആനിലുള്ളത്. അതിങ്ങനെ പ്രാവർത്തികമാക്കേണ്ട രൂപം ഖുർആനിൽ വിശദമായ രൂപങ്ങളില്ല. അതെന്ത് ചെയ്യണം? അതാണ് അത്യുഇനി, എന്നെ അനുസരിക്കുക. അത് എപ്രകാരമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുള്ളത്? പ്രവാചകന്മാരെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു?
പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അയച്ചു തന്നു. അതിനാ ഫത്തഖുല്ലാഹു വഅത്വീനി, അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. അപ്പോൾ പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ ഖുർആൻ മാത്രം മതി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ പുറത്തു പോകും. അവനൊരിക്കലും മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. കാരണം ഖുർആനിൽ കൽപ്പനകളാണുള്ളത്. ആ കൽപ്പനകൾ എന്ത് ചെയ്യുന്നത്? ജീവിതത്തിൽ പാത്തിമാക്കി മാതൃകയായി പഠിപ്പിച്ചു തരാനാണ് ആരെ പറഞ്ഞിട്ടുള്ളത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറ, മാതൃകാ സാക്ഷിയും കൊണ്ടാണ് ആരെ അയച്ചിട്ടുള്ളത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. മുബശ്ശിറ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി, നദീറ, മുന്നറിയിപ്പ് നൽകുന്നവനായി. ഇപ്രകാരത്തിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വർഗ്ഗം കരസ്ഥമാക്കാം. മരണത്തിന് ശേഷമുള്ള ജീവിതമുണ്ട്, അവിടെ നിന്റെ ഉയർത്തിനിൽപ്പുണ്ട്, ഇതിലവിടെ മരണമില്ല. കലാകാലം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ തന്നെ കഴിഞ്ഞു കൂടേണ്ടി വരും. വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ മാറ്റപ്പെടും. അത് നിങ്ങൾ വിശ്വസിക്കണം. ഇഹലോകത്ത് നമ്മൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ ഉമ്മയും വാപ്പിയൊന്നും ജനിക്കാത്ത കാലഘട്ടത്തിൽ നമ്മൾ എവിടെയായിരുന്നു? ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സൃഷ്ടിച്ച് അള്ളാഹുവിന് ഈ നാളെ പരലോകത്ത് മരണത്തിന് ശേഷം ഉയർത്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതൊക്കെ വിശ്വസിക്കണം. ഈ കാര്യങ്ങളാവുന്നു അത്. അപ്പോൾ ആ പരലോക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കണം. അല്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വഴിയെറ്റിപ്പോകും, അങ്ങനെ നരകത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക. അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കുക. അഹ്ലീക്കും, നിങ്ങൾ സ്വന്തം കുടുംബത്തെയും സൂക്ഷിക്കുക. അവർക്ക് സ്വന്തക്കാരെ, സ്വന്തം മക്കള്, അതേപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ചില സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഖുർആൻ വായിച്ചു കേൾപ്പിച്ചുകൊണ്ട്, അതിന് തഫ്സീർ പറഞ്ഞുകൊണ്ട്, മരണാനന്തരം ജീവിതമുണ്ട്, പരലോക ജീവിതമുണ്ട്, ശാശ്വതമാണ്, അവിടെ എന്തില്ല, മരിക്കുന്നില്ല, കലാകാലം ആ ജീവിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിൻപറ്റി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും, നരകമായിരിക്കും നമുക്ക് ഗൃഹം കിട്ടുക. ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പമാർ ജീവിച്ച പോലെ ജീവിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിത പുരോഹിതന്മാർ പിൻപറ്റി ജീവിച്ചാൽ നമ്മൾ വഴിയിച്ചു പോകും. നമ്മൾക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമേ പിൻപറ്റി ജീവിക്കാൻ പാടുള്ളൂ. മാ അന അലൈഹി വസഹബി, ഞാൻ എൻ്റെ സാബത്ത് ഏതൊരു മാർഗ്ഗം ആ മാർഗമാണ് ഏകലക്ഷ്യം. അത് ഏകമാർഗം, ഏകലക്ഷ്യത്തിലേക്ക്, ഏകലക്ഷ്യം സ്വർഗം കരസ്ഥമാക്കുക എന്നതാണ് ഏകമാർഗം. നബി സാഹിബത്തിന് ഏകോപിച്ച മാർഗം അഹ്ലുൽ സുന്നത്ത് ജമാഅത്ത്. സ്വർഗത്തേക്ക് അടക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചെടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിവരം ജീവിച്ച മാർഗം, ഏകമാർഗം, അതാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹും വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായിരിക്കും സ്വീകരിക്കേണ്ടത്. ഒക്കെ അപ്രകാരം ജഅൽനാക്കും, നിങ്ങൾ ഞാൻ ആക്കിയിരിക്കുന്നു. ആരാക്കിയിരിക്കുന്നു? സാഹിബിമാർക്ക് ആക്കിയിരിക്കുന്നു. ഉമ്മത്തമസ്ത, ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ലിതകൂനു ഷുഹദാ അന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി. വയകൂൻ റസൂലായിരിക്കും ഷഹീദാ, റസൂൽ നിങ്ങൾക്ക് മാതൃകാ സാക്ഷിയായിരിക്കും. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ സാക്ഷി അത് സ്വീകരിച്ച് സാഹിബിമാർ ജീവിതത്തിൽ വാർത്തമാക്കി നബിയും സാഹിബ് ഉപയോഗിച്ച മാർഗം അതെന്ത് ചെയ്തു? പിന്നീടുള്ളവർക്ക് വേണ്ടി വിട്ടേച്ച് തന്നിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തുമെന്ന് അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ മാതൃകാ ജീവിതമാണ് നാം സ്വീകരിക്കേണ്ടത്. അതാണ് നമ്മൾ ഷഹാദത്ത്. രണ്ടാമത്തെ ഷഹാദത്ത്. ഒന്നാമത്തെ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. രണ്ടാമത് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ്, മനസ്സാ വാച കർമ്മ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് അയച്ചെന്ന ഒരു മാതൃകാ പുരുഷനാണ്. ആ മാതൃക സ്വീകരിച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. മിഥിൽ അംഫിൽ ജമൽ എന്ന് പറഞ്ഞു, കടിഞ്ഞാണിട്ട് ഒട്ടകത്തെ പോലെ. ഒരു കടിഞ്ഞാണിട്ട് ഒട്ടത്തിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എന്നെ പോലെ തന്നെ ദീനീ വിഷയങ്ങൾ നമ്മൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊക്കെ തന്നെ മാതൃകയായി നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം ശരിയാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ദുനിയാവിൽ പല കാര്യങ്ങളുണ്ട്, അത് ഹറാമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ആവാം. കച്ചവടം ചെയ്യാം, ഇഷ്ടപ്പെട്ട കച്ചവടം ചെയ്യാം, ഹറാമല്ലാത്ത കച്ചവടം ചെയ്യാം, ഹറാമല്ലാത്ത യാത്രകൾ ചെയ്യാം. ഒട്ടകത്തിന് പുറത്ത് തന്നെ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമുക്ക് ഏത് വാഹനത്തിൽ നമുക്ക് പോകാം. ഹറാമല്ലാത്ത ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഹറാമല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കച്ചവടത്തിനുമാകട്ടെ, യാത്രയിലാവട്ടെ, മറ്റുള്ള മാമലാത്തുകളൊക്കെ ആകട്ടെ, ഹറാമല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ
ദീനിൽ ഇഷ്ടാനുസരണം നമുക്ക് എന്ത് ചെയ്തില്ല, തിരഞ്ഞെടുക്കാനുള്ള അധികാരം നൽകിയിട്ടില്ല. എപ്രകാരമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാരും ജീവിച്ച് മാതൃക കാണിച്ച് തന്നു അപ്രകാരം തന്നെ ആയിരിക്കണം ഇങ്ങനെ നമസ്കരിക്കേണ്ടത്. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, എങ്ങനെയാണ് നമസ്കരിച്ച് കാണിച്ചു തന്നു അപ്രകാരം നമസ്കരിക്കുക. അങ്ങനെ ഹജ്ജ് വരെയുള്ള എല്ലാ കർമ്മങ്ങളും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനോട് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നബി സാഹിബത്തും നിയമിച്ച ആ മാർഗം അതാണ് സ്വീകരിക്കേണ്ടത്. അതാണ് എന്ത് ചെയ്യേണ്ടത്, അത്താക്കും റസൂൽ കൊണ്ടുവന്ന് സ്വീകരിക്കുക. നഹാക്കും ഫന്തഹു, നബി സല്ലല്ലാഹു വിരോധിച്ച് വിട്ടു നിൽക്കുക. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടുമുണ്ട്. പിന്നെ ഒരു കാര്യവും പഠിപ്പിക്കാൻ വിട്ട് കളഞ്ഞിട്ടുമില്ല, ദീന് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഇനി അതിൽ പെടാത്ത കാര്യങ്ങൾ എന്താണ്? ബിദ്അത്താണ്, വലാലത്താണ്. ബിദ്അത്തുൽ വലാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാകുന്നു ബിദ്അത്ത് വലാലത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞെങ്കിൽ വശറുൽ ഉമൂർ, അത് കാരണം ഷർറായ കാര്യങ്ങൾ മനസ്സിലാക്കുക, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത് അള്ളാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ ദീനിന് നല്ലതെന്നുള്ളത് ചെയ്യുക, അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഉദാഹരണമായത് ഇപ്പോൾ എന്തല്ല ഹറാമായ കാര്യങ്ങൾ ആണ് ബിദ്അത്ത് ഹറാമാണ്. അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇതല്ലാത്ത കുറേ കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കള്ളുകുടി വിചാരം അത് ഹറാമാണ്, അത് നമുക്ക് ബിദ്അത്ത് നമ്മൾ അതിന് പറയാറില്ല. എന്നാൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ എന്ത് ചെയ്യുക, പുതുതായി കൊണ്ടുവരിക, അത് നല്ലത് നിലയ്ക്ക്. അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ. മൻ അമല അമലൻ ലൈസ അലൈഹി അംറുന ഫർദ്, വല്ല പ്രവൃത്തി കുറിച്ചു അതിന് പേര് എൻ്റെ കൽപ്പന തള്ളിക്കളയാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാത്തൊരു കാര്യം ദീനിൽ കൊണ്ടുവരിക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ജന്മദിനം കൊണ്ടാടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കൊണ്ടാടണോ, അല്ല ഈസാ നബി ഇസ്ലാമിൻ്റെ ജന്മദിനം കൊണ്ടാനോ, മൗലൂദ് ഓതാനോ, അതിന് മാലകൾ പാടാനോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊന്നുമില്ല. അത് നല്ലത് നിലക്ക് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്. നമുക്ക് എന്ത് ചെയ്യുന്നു, ബിദ്അത്ത് ചെയ്യാനുള്ള അപകടം എന്താ, അമലൊന്നും അത് സ്വീകരിക്കില്ല ഇതുവരെ, അത് ഉപേക്ഷിക്കുന്നവരെ. ഇതേപോലെ നമസ്കരിച്ചിരുന്നതിന് ശേഷം എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. ഫർദ് നമസ്കാര സമസ്ത പള്ളികളിൽ പോയി ചെന്നാൽ നമുക്ക് കാണാം, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇമാം എന്ത് ചെയ്യും, തിരിഞ്ഞിരിക്കും, ദുആ ചെയ്യും. അങ്ങനെ ആമീൻ പറയും. ആ സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ല. അപ്പം അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥന എന്നിരിക്കുക. എങ്കിലും എന്താവുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാത്ത കാര്യം അത് ഹറാമാവുന്നു, ബിദ്അത്താവുന്നു, വഴി മാർഗമാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവല്, അവിടെ എഴുന്നേറ്റ് വന്ന് ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുക. സാഹിബരും അങ്ങനെ തന്നെ ചെയ്തിരുന്ന്. മദീന ജീവിതത്തിൽ 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മാതൃക കാണിച്ചെന്നുള്ളത്. ഒറ്റ പ്രാവശ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തിരിഞ്ഞിരിക്കുക, അങ്ങനെ ദുആ ചെയ്യുക, ആമീൻ പറയിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് എന്നാൽ ആമീൻ പറയും ദുആ സമ്പ്രദായം എപ്പോഴാണ്, മിമ്പറിൽ കയറി കഴിഞ്ഞാൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ദുആ ചെയ്യാറുണ്ട്, അൻസാബിമാർ ആമീൻ പറയാറുണ്ട്. എന്നല്ലാതെ നമസ്കാരം കഴിഞ്ഞ ശേഷം എന്തല്ല തിരിഞ്ഞിരിക്കുക, എന്നിട്ട് ദുആ ചെയ്യുക, എന്നിട്ട് എല്ലാവരും കൂടി ആമീൻ പറയും സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിപ്പെട്ടതല്ല, അത് ബിദ്അത്താണ്, വലാലത്താണ്. എന്നപോലെ മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയി അവിടെ കുത്തണം, മയ്യത്തിന് ചുറ്റുപാട്ടും കുത്തണം, ഖുർആൻ പാരായണം നടത്തുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊന്നുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പാപം അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, പാപവും തേടാനാണ്. മരിച്ചാലും പാപവും തേടാൻ തന്നെയാണ്. ഈ മയ്യത്തെ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലാനോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊന്നുമില്ല. ശുദ്ധമായി നടക്കണം എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ മരണം നമുക്കും വരുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യും, മരിക്കും. ഖബറിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയെല്ലാം വട്ടാളം കണ്ട് എല്ലാവരും കൂടി ഒരാൾ ദ്വാരക്കും മറ്റേ ആമീൻ പറയാൻ പഠിപ്പിച്ചത് അതും ഇല്ല. ഒറ്റക്കൊറ്റക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റക്കൊറ്റക്ക് ഖബറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകൾ വെച്ച് മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും ഖബറിൽ വെച്ച ഉടനെ തന്നെ. അപ്പോഴെന്ത് ചെയ്യും, അള്ളാഹു സുആൽ അള്ളാഹു ജവാബ് എന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ നമുക്ക് ഒറ്റക്കൊറ്റക്ക് ഒച്ചത്തിൽ ചൊല്ലും, ഒരാൾ ജില്ലിത്തരം മറ്റുള്ള ചൊല്ലിത്തരം സമയം ഒറ്റക്കൊറ്റക്ക്, അല്ല വേറെ എന്തെങ്കിലും പ്രാർത്ഥന പഠിച്ചോനെ അദ്ദേഹത്തിന് ഞങ്ങൾ പൂർത്തിയാണമേ എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട തസ്ബീഹ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല, അത് പണ്ഡിതന്മാർ എഴുതി ഉണ്ടാക്കിയതാണ്. അതെന്ത് ചെയ്യാം, അത് നമുക്ക് ആവാം. കാരണം ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് ദൃഢ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രാർത്ഥനയാണത്. അള്ളാഹുവെ ചോദ്യം ചെയ്യാൻ ദൃഢ നൽകണമേ, അൽഹിമുൽ ജവാബ് അദ്ദേഹത്തിന് ഉത്തരം തോന്നി കൊടുക്കണമേ എന്നുള്ളതാണ്. അത് എന്ന പോലത്തെ മയ്യത്തിന് വേണ്ടി മാഫിറത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെയാണ് ചേർത്തി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം, ഒറ്റക്കൊറ്റക്ക് സ്വകാര്യമായിട്ട് ഒച്ചത്തിൽ ഒരാൾ ചെല്ലിത്തീരാൻ മറ്റൊരാൾ ചെല്ലുക, അങ്ങനെ സ്വയം പഠിപ്പിച്ചില്ല. ഒറ്റക്കൊറ്റക്ക് ആർക്കും ഏത് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഒരൊട്ടകത്തിനകത്ത് വാരി കൊടുക്കുന്ന സമയമാണ് അവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക,
യാഫുല്ലാഹു ലക്കും എപ്പോഴും അസ്സലാമു അലൈക്കും ദാറൽ മുഅ്മിനീൻ. മരിച്ചവർക്ക് വേണ്ടി ഖബർസ്ഥാനങ്ങൾക്ക് വരുമ്പോൾ അസ്സലാമു അലൈക്കും, സമാധാന ശാന്തി ഉണ്ടാകട്ടെ. സത്യവിശ്വാസികളുടെ ഖബറുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളുടെ ഖബർവാസികളെ അള്ളാഹു യാഫുല്ലാഹുനാലും നിങ്ങൾക്കും എനിക്കും ഞങ്ങൾക്കും അള്ളാഹു പൂർത്തിരട്ടെ. പ്രാർത്ഥനകളൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു മുഅ്മിനീൻ മുഅ്മിനാത്ത് മുസ്ലിമീൻ മുസ്ലിമാത്ത് എല്ലാവർക്കും മുഅ്മിനീനും മുസ്ലിമീനും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പാപമോചനം തേടാം അള്ളാഹുവിനോട്. എന്നല്ലാതെ അതൊക്കെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഖുതുബകളോ അല്ലെങ്കിൽ പ്രസംഗങ്ങളോ ക്ലാസ്സുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഖുതുബകൾ ശേഷമോ തുടക്കത്തിലൊക്കെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ദ്വാ ആമീൻ ആമീൻ നമുക്ക് പറയാൻ അവകാശമുണ്ട്. എന്നല്ലാതെ നമസ്കരിച്ചിരുന്നതിന് ശേഷം ദുആ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? എല്ലാവരും കൂടി ഖുതുബ ആമീൻ പറയുക. ആ സമ്പ്രദായം നബി പഠിപ്പിച്ചൊന്നുമില്ല. അത് ബിദ്അത്താണ്, വലാഅത്താണ്. നബി പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ? മരിച്ചവർക്ക് നേർച്ചകൾ അർപ്പിക്കുക, മരിച്ചവരോട് സങ്കടം പറയുക, ജാലത്തിന് പോവുക, ഒലിത് റാത്തീബ് ഹദ്ദാദ് കുത്തിവെത്തുകളൊക്കെ നടത്തുക, ഈ പോലെ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? സമസ്കാര പ്രമേയത്തിൽ കാണാം. ആ പ്രമേയത്തിൽ ചെയ്തുണ്ടാക്കിയ കാര്യങ്ങൾ ഇന്ത്യ ഒരു പ്രമേയം ചെയ്തുണ്ടാക്കേണ്ടി വന്നു. ഖുർആനിനും ഹദീസിനും തെളിവില്ല. അതുകൊണ്ടല്ല ഒരു പ്രമേയം ചെയ്തുണ്ടാക്കി 51 കാര്യങ്ങൾ അത് ജായിസാണ്, അനുവദനീയമാണ്. അത് എതിർക്കുന്നവർ സുന്നികളല്ല, ജമാഅത്ത് പറ്റൂല, ഖാസിസ്ഥാൻ പറ്റൂല. സുന്നികളല്ല മുസ്ലിം അല്ല എന്നർത്ഥം. നമ്മളൊന്നും അതിനെ എതിർക്കുന്നവരാണ്. അത് ശിർക്കാണ്, വിദേഹത്ത് എന്ന് പറയുന്നവർ എന്തല്ല, സുന്നികളല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളല്ല. അവർ ഖാസിസ്ഥാനിൽ പറ്റൂല, ഇമാമത്തിന് പറ്റൂല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. നമ്മളെ സംബന്ധിച്ച് വഴി പിഴച്ചവരാണ്, വഴി വിളിക്കുന്നവരാണ് എന്നാണ് അവർ സമസ്തക്കാർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ബിദഅത്തുകൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ബിദഅത്തുകൾ നമ്മൾ എതിർക്കുന്നു? ഖുർആൻ കൊണ്ട് ആയതുകൊണ്ടും അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു തരാത്ത കാര്യമാകുന്നു. കാരണം അത് ഗൗരവമാണ്. വശറുൽ ഉമൂർ, അത് കാരണം ഷർറായ കാര്യം മുഹ്ദസാതുക, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാകുന്നു. കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ ബിദ്അത്താകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഓരോ ഖുതുബകൾ പറയുമ്പോഴും ആവർത്തിച്ച് നമ്മളെ പണ്ഡിതന്മാരും ഖുതുബ പറയുമ്പോൾ അത് ജുമാ ഖുതുബ നടത്തുമ്പോഴൊക്കെ മിമ്പറിൽ നിന്ന് നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണത്. നോക്കുക, അത്രയ്ക്കും പ്രാധാന്യമാണ് അത്. അപ്പം അതുകൊണ്ട് അത് പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ആവശ്യം കടക്കേണ്ട എല്ലാ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെടാത്ത കാര്യം നല്ലത് നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക, ചെയ്യിപ്പിക്കുക. അതാണ് ബിദ്അത്ത് ദലാലത്ത് വഴിച്ച മാർഗം. അതെന്താകുന്നു? ഇബ്ലീസിന് ഏറ്റവും ആ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ തൃപ്തിയുള്ള കാര്യമാണ്. കാരണം എന്താ? തെറ്റുകുറ്റങ്ങൾ ചെയ്യുക. മുസ്ലിമീങ്ങളായ ആൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാണ്. ഒരു കള്ളുടിക്കുകയാണ് ഒരാൾ, അതേപോലെ തന്നെ പലിശ കച്ചവടം നടത്തുന്ന ഒരാൾ, ഹറാമായ എന്തെങ്കിലും കാര്യം പ്രവർത്തിക്കുന്ന ഒരാൾ, അവനക്ക് മുസ്ലിമാണ് എന്ന് കരുതുക. അവനക്കറിയാം കള്ളുകൂടി ഹറാമാണ്, അതേപോലെ പലിശ ഹറാമാണെന്നൊക്കെ അറിയാം. അറിഞ്ഞുകൊണ്ട് നിർബന്ധിച്ച കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? സന്ദർഭത്തിൽ അവൻ ചെയ്തു പോയി എങ്കിലും പിന്നെയൊരു കാര്യത്തിൽ ഖേദിക്കുവാനോ, കുറച്ചോനെ നീ പൂർത്തിയാണ് തമ്പൂരാനെ, ഞാൻ ചെയ്തു പോയി തമ്പൂരാനെ എന്നൊക്കെ ഖേദിക്കും. എന്നാൽ ഒരു സമസ്തക്കാരുടെ ആൾ മൗലൂദ് റാത്തീബ് ഹദ്ദാദ് കുത്തിവെയ്ത് കഴിച്ചിരുന്ന ആളാണെന്ന് കരുതുക. അപ്പം എങ്കിൽ എന്ത് ചെയ്യുന്നു? അവന് നല്ലതുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൗലൂദ് കഴിക്കുന്നത് നല്ലതാണ്. മുജാഹിദീങ്ങൾ വഴിവെച്ചവർ ഒരു മൗലൂദ് കഴിച്ചിട്ടില്ല, റസൂലുള്ളാഹി അല്ലെങ്കിൽ ജന്മദിനം കൊണ്ടാടില്ല, റസൂലുള്ളാഹി സ്നേഹമില്ലാത്തവരാണ് എന്ന് അവരുടെ നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നു. എന്നപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപമോചനം തേടാൻ വേണ്ടിയിട്ട് നമ്മളെ 27,000 ലൈലത്തുൽ ഖദർ അന്നാണ് എന്ന് മനസ്സിലാക്കി 27,000 അന്ന് ഒരു സലാത്തമാർക്ക് കൊണ്ടുപോയി കണ്ട് നബിയേ പാപമൂർത്തിയനെ, നബിയേ പാപമൂർത്തിയനെ എന്ന് എന്ത് ചെയ്യുന്നു? ഞങ്ങളിതാ ഒന്നുകൂടി പൂർത്തിയാണ് നബിനോട് പാപമോചനം ധരിപ്പിക്കുന്നു. ഇതൊക്കെ എന്താകുന്നു? ഇതൊക്കെ ബിദ്അത്തുമാവുന്നു. അത് ശിർക്കിലെത്തിപ്പെടുന്നു, മഹാപാപമാകുന്നു. ശിർക്കോടുകൂടി മരണപ്പെട്ട ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കൂല. അതാണ് അതിൻ്റെ ഗൗരവം. ശിർക്ക് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ബദിയങ്ങൾ രക്ഷിക്കണേ, മുതിശയൊക്കെ ആക്കണേ, മുസ്ലിമിയെ പാപമൂർത്തി തന്നെ നിങ്ങൾ പറഞ്ഞാൽ നമ്മളെ പാപമൊന്നും അല്ലാഹു തആല എന്ത് ചെയ്യുക? പൂർത്തി തരിക മാത്രമല്ല, നമ്മൾ ചെയ്ത അമലുകൾ മുഴുവനും അല്ലാഹു തആല പെട്രോൾ തീ പിടിച്ചുമാതിരി നശിപ്പിച്ച് കളയുന്ന, അതോട് എല്ലാ അമലുകളും അതോട് ബാധിയായിപ്പോയി. എല്ലാ അമലുകളും അല്ലാഹു തആല നശിപ്പിച്ച് കളയും. അത്രയും ഗൗരവപ്പെട്ട മഹാപാപമാണ് ശിർക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന റസൂലുള്ളാഹി, അറിഞ്ഞോ അറിയാതെ നമ്മൾ ശിർക്ക് വന്നു പോകുന്നതിന് അല്ലാഹുമ്മ അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ വഅന അഅലമു വസ്തഗ്ഫിർ ലി മാ ലാ അഅലമു എന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന റസൂലുള്ളാഹി
അന്നും നമുക്ക് തോന്നുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ആവർത്തിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ ആരാധിക്കാൻ മറ്റാരുമില്ല എന്നുള്ള ആ നമ്മളെ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ വചനത്തെ തിരിച്ചു വരണമെങ്കിൽ നമുക്ക് രക്ഷയുള്ളൂ. ആ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, മരിച്ചു പോകണം. അള്ളാഹു ഇല്ലാതെ വൈബി എന്ന നിലയ്ക്ക് നമ്മൾ രക്ഷിക്കാൻ ആരുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെ കാര്യങ്ങൾ ശുപാർശ ചെയ്യാൻ ആരുമില്ല. ആ വിശ്വാസം മാലിക് മിൻ ദൂനിഹി ഇല്ലാഹു വലിയ്യും വലാ ഷഫീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അല്ല, അള്ളാഹു ഇല്ലാതെ നിങ്ങൾ രക്ഷകനില്ല, അള്ളാഹു അല്ലാതെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശുപാർശക്കാരനില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തല്ല, പരലോകത്തിൽ മരിച്ചു വന്നതിന് ശേഷം നമ്മളെ പാപങ്ങൾ പുറത്തു തരാൻ, അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തെ ആക്കാൻ അവർ ശുപാർശ ആരാൻ അള്ളാഹുവിൻ്റെ അടുത്ത് ആരുമില്ല. നരകത്തിൽ വീണതിന് ശേഷം ആ നരകത്തിൽ വീണവർക്ക് വേണ്ടി, തൗഹീദോട് മരിച്ചവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ സത്യവിശ്വാസികളും അതേപോലെ പ്രവാചകന്മാർക്കും അള്ളാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അള്ളാഹു തആല കാണിച്ചു കൊടുക്കും, ശിക്ഷ കഴിഞ്ഞവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ. അതാണ് ആ ശുപാർശ. എന്നല്ലാതെ ഇഹ്റാത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരാളോട് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം, അത് ശുപാർശയാണ്. അതിന് അള്ളാഹു തആല നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികൾ പരസ്പരം എന്ത് ചെയ്യണം, അങ്ങനെ പ്രാർത്ഥിച്ചുകൊള്ളണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിർബന്ധമാണ് ആ കാര്യം. അത് ഓർക്കുക. ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്നവർ പ്രാർത്ഥന ഉൾപ്പെടുത്തണം എന്നൊക്കെ നമുക്ക് പറയാം. ഒരാൾ നമ്മളെ ഭാഗത്ത് നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്, ഉത്തരം കിട്ടാൻ അർഹതയുണ്ട്. അപ്പം ഇഹലോകത്ത് വെച്ചുള്ള ശുപാർശകൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ അനുവദനീയമാണ്. എന്നാൽ പരലോകത്ത് മരിച്ചതിന് ശേഷം എന്തല്ല വിശ്വാസം നമുക്ക് ശുപാർശ ചെയ്യുന്ന വിശ്വാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പരലോകത്ത് വിചാരണ വേളയിൽ, വിചാരണ ശേഷം നരകത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസമും സത്യവിശ്വാസങ്ങളും ഒക്കെ തന്നെ അള്ളാഹു തആല ശുപാർശക്ക് അധികാരം നൽകണം. തൗഹീദോടുകൂടി മരിച്ചല്ല ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു ഇല്ലാത്ത ആരാധനക്കാരൻ മറ്റാരുമില്ല അത് വിശ്വാസം. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, മരീ രക്ഷിക്കണേ, മദീശയൊക്കെ ആക്കണേ, മൗലൂദ് ഭദ്രകളൊക്കെ നടത്തി ജാതി സങ്കടം പറഞ്ഞ് നബിയെ പാപം പൂർത്തിയാക്കണേ പോലുള്ള പ്രാർത്ഥനകൾ തെറ്റാണ്, ശിർക്കാണ്, ബിദ്അത്താണ്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിന്നുകൊണ്ട് അള്ളാഹുവെ രക്ഷിക്കണേ, അള്ളാഹുവെ പാപം പൂർത്തിയാക്കണേ എന്നുള്ള ആ വിശ്വാസം ഉറച്ചു നിൽക്കുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായി യാതൊരു കൂട്ടർ ഖാലൂ പറഞ്ഞു, പ്രഖ്യാപിച്ചു, റബ്ബുനല്ലാഹ് ഞങ്ങളുടെ റബ്ബ് അള്ളാഹു മാത്രമാകുന്നു, ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ഗൈബി എന്ന നിലയ്ക്കുള്ള മറിഞ്ഞ നിലക്കുള്ള സഹായപ്പെടുന്നത് ഞങ്ങൾ അള്ളാഹുവിനോടെ നടത്തുള്ളൂ, പാപവും തേട്ടങ്ങൾ അള്ളാഹുവിനെ നടത്തുള്ളൂ, അള്ളാഹു ഗൈബി എന്ന നിലയ്ക്ക് ഗുണം കിട്ടാൻ വേണ്ടി നേർച്ചകൾ അള്ളാഹുവിൻ്റെ പേരിൽ നടത്തുള്ളൂ, അള്ളാഹുവിൻ്റെ പേരിൽ ഞങ്ങൾ സത്യം ചെയ്യുള്ളൂ, ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ച ആളുകൾ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഇന്നല്ലദീന യാതൊരു കൂട്ടർ ഖാലൂ അവർ പറഞ്ഞു പ്രഖ്യാപിച്ചു റബ്ബുനല്ലാഹ് ഞങ്ങൾ റബ്ബ് അള്ളാഹു മാത്രമാകുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ചെയ്യുന്ന മലക്കുകൾ മരണസമയത്ത് അറിഞ്ഞാൽ ആശ്വസിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അള്ളാഹു തആല ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ആവണം. ആവണമെങ്കിൽ എന്ത് വേണം, ഇത്തരത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്നും വിട്ടു നിൽക്കണം. ബിദ്അത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അപകടം ചെയ്യിപ്പിക്കുന്ന പിശാച് എന്ത് ലക്ഷ്യത്തോട് ചെയ്യിപ്പിക്കുന്നത്, ഇതൊക്കെ പുണ്യകർമ്മങ്ങളാണ് എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ പിശാച് എന്ത് ചെയ്യുന്നത്, ജനങ്ങൾ കൊണ്ട് വിദ്യാർത്ഥി ചെയ്യിപ്പിക്കുന്നത്. വിദ്യാർത്ഥി ഒന്നും ജനങ്ങൾ വിട്ടുനിൽക്കില്ല. കാരണം അത് നല്ലതെന്നുള്ളേക്കാണ് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൗലൂദ് റാത്തീബ് ബദ്ദാത്തുകൾ നടത്തുന്നത് നല്ലതാണ്, മുജാഹിദീൻ നടത്തുന്നില്ല, അവർ മുനാഫിക്കീങ്ങളാണ് എന്നൊക്കെയുള്ള മറ്റോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾക്ക് ബിദ്അത്ത് വലാലത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു, നമ്മൾ അമലുകളൊന്നും തന്നെ അള്ളാഹു തആല സ്വീകരിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ അത് ഉപേക്ഷിക്കുന്നവരെ അത്രയും ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള ബിദ്അത്തുകളിലൂടെയാണ് ശിർക്കിൽ എത്തിപ്പെടുന്നത്. ശിർക്കോട് ബന്ധപ്പെട്ടാലോ ഒരിക്കലും സ്വർഗത്തിൽ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധന മുഴുവൻ അള്ളാഹു അർപ്പിക്കുക. ആരാധന എന്ന് പറഞ്ഞാൽ നമസ്കാരം ആരാധനയാണ്, നോമ്പ് ആരാധനയാണ്, ഹജ്ജ് സക്കാത്ത് പോലെ കാര്യങ്ങൾക്ക് ആരാധനയാണ്, അതേപോലെ നേർച്ച ആരാധനയാണ്, ഗൈബി എന്ന പ്രാർത്ഥന സഹായപ്പെടുന്ന അതായത് പ്രാർത്ഥന, ദുആകൾ, പ്രാർത്ഥനകൾ അത് ആരാധനയാണ്. ദുആ ഇബാദ, ദുആ അത് ആരാധനയാവുന്നു. ദുആ മുഹൽ ഇബാദ, ദുആ ആരാധന മച്ചിയാവുന്നു എന്നൊക്കെ വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പാപമോചന തേട്ടങ്ങൾ വൈബിയ നിലയ്ക്ക് നമ്മൾ ആരോട് ചോദിക്കുന്നത്, ആ ചോദിക്കുന്ന ആളെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ പരസ്പരമുള്ള സഹായപ്പെടുത്താൻ ഞാൻ ജീവിച്ചിരിക്കുന്നവരോട് നമ്മൾ പരസ്പരം സഹായം ചോദിക്കുന്നു, അതും പരസ്പരം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വേണം. എന്നാലേ ബദരീങ്ങളെ രക്ഷിക്കണേ, മുദീശയെ കാക്കണേ, ജിന്നെ കാക്കണേ, മലക്കയെ കാക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മലക്കിനും ജിന്നിനും നമ്മൾ കാണുന്നില്ല.
ബരീങ്ങൾ കാണില്ല, അള്ളാഹിനും കാണില്ല. അപ്പം അള്ളാഹ് കാണാത്ത അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, അള്ളാഹുവിനോട് ഇഷ്ടമെങ്കിൽ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അള്ളാഹുനോട് ചോദിക്കുന്നു. അതേ രൂപത്തിലൂടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ആരായാലും ശരി അവരോടും അള്ളാഹുവിനോട് ചോദിക്കുന്ന പോലെ നമ്മൾ സഹായം ചോദിച്ചാൽ, സങ്കടം പറഞ്ഞാൽ, പാപം മോൻ തേടിയാൽ, പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനെ എന്ത് ചെയ്തു? അവരൊക്കെ അള്ളാഹുവിനെ സമപ്പെടുത്തി, പങ്കു ചേർത്തി ശിരിക്കായി. ആ അള്ളാഹുവിനെ അർപ്പിക്കേണ്ട ആരാധനകൾ അള്ളാഹു സൃഷ്ടികൾ അർപ്പിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശിർക്ക് വന്നു. അപ്പം തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധന മുഴുവൻ അള്ളാഹുവിനെ അർപ്പിക്കുക. ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന്, നേർച്ചകളോ വഴിപാടുകളോ എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾ അർപ്പിച്ചാൽ ശിർക്ക് വരും. അപ്പോൾ ആ വിശ്വാസം തൗഹീദ് എന്ത് ശിർക്കെന്ത് എന്ന് നമ്മൾ വ്യക്തം മനസ്സിലാക്കുക. തൗഹീദിൽ ഓടുകൂടി മരിച്ചെങ്കിൽ സ്വർഗം കടക്കുകയുള്ളൂ എന്ന് വിശ്വാസം ഊട്ടി ഉറപ്പിക്കുക. അപ്പോൾ അക്കാര്യം നമ്മൾ വളരെ നിർബന്ധമാണ്. തൗഹീദ് എന്ത് ശിർക്കെന്ത്. ശിർക്കിന് തൗഹീദിനെ പറ്റി പറയുമ്പോൾ അതിന് വിശദമായി പറയേണ്ടതുണ്ട്. അസ്മാ സിഫാത്ത് ഉണ്ട്, തൗഹീദ് ഉലൂഹിയ്യ ഉണ്ട്, തൗഹീദ് റുബൂബിയ്യ ഉണ്ട്. അതൊക്കെ വിശദമായിട്ട് പല വിഷയങ്ങളാണ്, അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, അല്ലാഹു അല്ലാതെ ആരാധന മറ്റാരുമില്ല, നിങ്ങൾ പ്രഖ്യാപിക്കുകയും നിങ്ങൾ വിജയം വരിക്കാം എന്നാണല്ലോ അല്ലാഹു തആല ആദ്യം പ്രബോധനം ചെയ്യാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. കാരണം ആ കാലഘട്ടം എന്ത് ചെയ്യുന്നു? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോടും മക്കയിലും മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്നു, അവർ നേർച്ചകൾ അർപ്പിച്ചിരുന്നു, അവരോട് സങ്കടം പറഞ്ഞിരുന്നു, അവർ ബിംബങ്ങൾ ഉണ്ടാക്കാതെയൊക്കെ തന്നെ. അപ്പോൾ അള്ളാഹു വഴിയുള്ളവർക്ക് ആരാധനകൾ അർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതിൽ നിന്ന് വെളിവാകുന്നത്. അപ്പോൾ നേർച്ചകളോ വഴിപാടുകളോ അള്ളാഹുള്ളവർക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ശിർക്കിൽ എത്തിപ്പെടും. ശിർക്കോട് മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗ്ഗത്തെ പ്രവേശിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോ നേർച്ചകൾ അർപ്പിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. അതെന്താവുന്നു? അത് ആരാധനയാവുന്നു. ആരാധനക്കാർ അള്ളാഹു മാത്രമാവുന്നു. ആരാധനകളിൽപ്പെട്ട നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും പാപമോചനങ്ങളൊക്കെ അള്ളാഹു മാത്രമാക്കുക. ഇതാണ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. നമ്മൾ ആവർത്തിച്ച് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുക. അപ്പോൾ അള്ളാഹുവിന് എന്ത് ചെയ്യുന്നു? നമ്മൾ അള്ളാഹു രക്ഷിക്കണേ കാക്കണേ എന്ന് പറയാം. കാരണം അള്ളാഹുവിനെ കാണുന്നില്ല, അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്. അള്ളാഹുവിനെ ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്, അള്ളാഹ് നമ്മളെ അറിയുന്നുണ്ട്. സദാ വീശുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. ആ ബോധം നമുക്ക് ഉണ്ടാവണം. അള്ളാഹുയേ 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 എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ മനസ്സിലുള്ള കാര്യം പോലും അള്ളാഹു പറയും, എന്തിനാണ് ഇപ്പോൾ അള്ളാഹു എന്ന് വിളിച്ചത്. എന്നാൽ അതേപോലെ തന്നെ ബരിയങ്ങൾ രക്ഷിക്കണേ മൊയ്തീശേക്കെ കാക്കണേ എന്നൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബരികളോ മൊയ്തീശേക്കോ മറ്റുള്ള മലക്കുകളോ ജിന്നുകളോ അള്ളാഹു ആരും തന്നെ എന്തെയല്ല എന്തിനെ ഇപ്പോൾ വിളിച്ചത് എന്ന് അവർക്കറിയില്ല. നമ്മൾ മനുഷ്യന്മാരെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് വണ്ടിയിലോ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചോദിക്കും? എന്ത് ചോദിക്കും? അപ്പോഴാണ് അറിയുള്ളൂ. ഞാൻ വെച്ചാൽ അള്ളാഹുയെ അബ്ബേ രക്ഷിതാവേ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്കറിയാം എന്തിനാണ് ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുള്ളത്. മനസ്സിലെ കാര്യം പോലെ അള്ളാഹുവിനറിയും. അപ്പോൾ അതിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സഹായിക്കും, ഇഷ്ടമെങ്കിൽ സഹായിക്കും, അത് അവൻ്റെ ഇഷ്ടമാണ്. എന്ന പോലെ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ അള്ളാഹു വഴി അർപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കിൽ വരും എന്ന് ആവർത്തിച്ച് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നില്ല, സാഹിബ് രമൻ പഠിപ്പിച്ചു തന്നില്ല. നബി ഇസ്ലാം ഉപയോഗിച്ച മാർഗത്തിൽ ഇതൊന്നും ഇല്ല, അതും മനസ്സിലാക്കുക. നമ്മൾ മരിച്ചവരോട് സഹായം ചെയ്യിക്കാനോ ഫാത്തായ പ്രവാചകനോ പാപം നേടുവാനോ മൗലൂദ് റാത്തി ബദ്ദാത്ത് കുത്തുബകളൊക്കെ നടത്താനോ എന്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബ് വരെ ചെയ്തിട്ടില്ല. കാരണം ഈ മൗലൂദ് റാത്തി ബദ്ദാത്ത് കുത്തുബകളൊക്കെ പിന്നീട് എഴുതിണ്ടാക്കപ്പെട്ടതാണ്. അത് നോക്കിയാൽ അറിയാം എന്നാണ് എഴുതിണ്ടാക്കിയത്. ഓരോ മൗലൂദും റാത്തീബും കുത്തുബ ഇതൊക്കെ എന്ന് എഴുതിണ്ടാക്കി വർഷങ്ങൾക്ക് ശേഷം എഴുതിണ്ടാക്കിയതാവുന്നു, പിന്നീട് എഴുതി ഉണ്ടാക്കിയതാവുന്നു. അതും അതിനൊരു തെളിവാകുന്നു. അതുകൊണ്ട് എന്തല്ല അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക നമ്മൾ. അതാണ് വളരെ കാര്യമായി നമ്മൾ പറയേണ്ടതുണ്ട്. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് പഠിക്കുക, മനസ്സിലാക്കുക. എന്താണ് സുന്നത്ത്, എന്താണ് വിദഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനിൽ പഠിപ്പിച്ചു തന്ന് നബി സാഹിബിന്റെ മാർഗം, അതാണ് സുന്നത്ത്, അഹ്ലു സുന്നത്ത് ജമാഅത്ത്. അതിൽ പെടാത്ത കാര്യങ്ങൾ പുതുതായി നിർമ്മിച്ചുണ്ടാക്കുക കാര്യങ്ങൾ വിദഅത്ത്, അത് ദലാലത്ത് വഴിച്ച മാർഗം. അപ്പോൾ ദലാലത്ത് വിദഅത്തായ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്താവും? നമ്മൾ അമലുകളൊന്നും തന്നെ അള്ളാഹു സ്വീകരിക്കില്ല, അത് ഉപേക്ഷിക്കുന്നവരെ. അത് മനസ്സിലാക്കുക, അതിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ സുന്നത്താണോ ബിദഅത്താണോ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. നബി സാഹിബത്തെ ചോദിച്ച മാർഗം തെളിവുണ്ടോ ഇല്ലേ നോക്കുക.
ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് തള്ളിക്കളയുക. അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അത് ദീൻ പഠിച്ചെങ്കിലേ, ഖുർആൻ ഹദീസ് പഠിച്ചെങ്കിലേ നമുക്ക് അതിന് തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. അതാണ് ഫർളാണ് ദീൻ പഠിക്കുക എന്നുള്ള കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനും എന്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യം ആവർത്തിച്ച് പഠിപ്പിച്ചിരുന്നുണ്ട്. അത് ഖുർആൻ അർത്ഥവും വായിച്ച് പഠിക്കാതെ, ശരിയും വായിച്ച് പഠിക്കാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. കാരണം പണ്ഡിത പുരോഹിതന്മാരാണ് തെറ്റുകുറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യം ഓർക്കുക. അപ്പോൾ പണ്ഡിതന്മാരെ തെളിവില്ലാതെ നമുക്ക് പിൻപറ്റിക്കൂടാ എന്നുള്ള കാര്യം ചുരുക്കം മനസ്സിലാക്കുക. അവിടെ ദീർഘിച്ചു പോയി. ഒരു ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജിബത്തി നാറു ബിശഹവാത്ത് വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്, മുത്തഫഖ് അലൈഹി ഹദീസാണ്. ചുരുക്കി പറയുക, അതായത് അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ദേഹേച്ഛയ്ക്ക് ഇഷ്ടമാണ് എന്ന് കരുതുക. ആ കാര്യങ്ങളെ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നരകത്തെ മറയപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ ആ മറ നീക്കി കഴിഞ്ഞാൽ ആ ചെന്ന് ചാടുന്ന നരകത്തിലേക്കാണ്. നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ദേഹേച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ദീനിൽ ഹലാലായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ദീൻ ഹറാമാക്കി കുറേ ദേഹേച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. കള്ളുകടി, വിചാരം പോലുള്ള നമുക്ക് പൈസ ഇടപാട്, കച്ചവടം പോലെയുള്ള കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, മൗലൂദ്, റാത്തീബ്, വഹ്ദാത്ത്, ദൈവത്തൊക്കെ തന്നെ ബിദ്അത്തായ കാര്യങ്ങളൊക്കെ തന്നെ എന്താവുന്നു, അത് ഹറാമായ കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കരുതുക. എങ്കിൽ അത് നമ്മൾ ആ മറ നീക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് ചാടുന്ന എന്താവുന്നു, നരകത്തിലേക്കാണ്. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്ബത്തിൻ നാറു, നരകം മറയിടപ്പെട്ടിട്ടുണ്ട് ബിശഹവാത്ത്, ദേഹേച്ഛകളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾ ഹറാമ ആയ ദേഹേച്ഛകൾ കൊണ്ട് മനസ്സിലാക്കുക. വഹിജ്ബത്തിൻ ജന്നത്തു, സ്വർഗം മറയിടപ്പെട്ടിട്ടുണ്ട് ബിൽ മകാരിഹ്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട്. അതായത് നമുക്ക് ധാരാളം കാര്യങ്ങൾ, ഇപ്പോൾ ദീനീ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താവുന്നു, നമുക്ക് ഉറപ്പോടുകൂടി എല്ലാവരും എന്ത് ചെയ്യുന്നു, കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുക. ഒരു മടിയുള്ള കാര്യമാണല്ലോ. പിന്നെ വരെ കുറേ പണമൊക്കെ ചിലവാക്കി ഹജ്ജിന് പോവുക, ഒരു മടിയുള്ളൊരു കാര്യമാണ്. സക്കാത്ത് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടാക്കിയ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കുക, ഒരു മടിയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് നമ്മൾ കാഫിയങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നുമില്ലല്ലോ. അവർക്ക് ബാങ്ക് കൊടുത്ത് നമസ്കരിക്കണമെന്നോ പള്ളിയിൽ പോകണമെന്നോ ഒന്നുമില്ല. ജമാഅത്തെ പങ്കെടുക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കില്ല. പിന്നെ ഹറാമും ഹലാൽ ഗോൽക്കില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ജീവിക്കാം, സ്വാതന്ത്ര്യം ഉണ്ട്, ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കുന്ന ഒരാളവർ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ പ്രയാസകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റുള്ളൂ. നമുക്ക് കയറണം എന്നെല്ലാം ഒഴുക്കിലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ല. അതാണ് ഹിജ്ബത്തിൽ ജന്നത്ത്, സ്വർഗം മറയിടപ്പെട്ടിട്ട് ബിൽ മകാരിഹ, വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ആണ്. എന്തൊക്കെയോ കാര്യങ്ങളുണ്ടോ, യുദ്ധം ചെയ്യുക, എന്നപോലെ തന്നെ ദീൻ, നമ്മളിപ്പോൾ ഖുർആൻ പഠിക്കുക, അതേപോലെ തന്നെ ഹദീസ് പഠിക്കുക, തിജീദോട് ഖുർആൻ ഓതി പഠിക്കുക, അർത്ഥത്തോട് ഖുർആൻ ഓതി പഠിക്കുക, തഫ്സീറായാലും ഹദീസ് പഠിച്ചറിയുക, നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രയാസം, ഒരു ഞെരുക്കമുള്ള കാര്യങ്ങളാണ് അതൊക്കെ തന്നെ. ഇങ്ങനെ ഞെരുക്കമുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. എല്ലാവരും കിടന്നുറങ്ങി നിസ്കരിക്കുക. നല്ല തണുപ്പുള്ള സമയത്ത് ഇടി മഴയൊക്കെ ഉണ്ട്, അപ്പോൾ വേഗം എഴുന്നേറ്റ് നമ്മൾ അതൊക്കെ പള്ളിയിൽ പോയി ജമാഅത്ത് പങ്കെടുക്കുക, എളുപ്പമുള്ള കാര്യമാണ്. ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ, ദീനിയായ നിർബന്ധ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് സകാത്ത് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ സകാത്ത് കൊടുക്കാൻ നമുക്കൊരു മടി, കച്ചവടം, അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടോ. ആ കാര്യങ്ങളൊക്കെ വെറുക്കപ്പെട്ട നമ്മൾ മനസ്സ് യഥാർത്ഥത്തിൽ എന്താണ്, സത്യവിശ്വാസിയെ സംബന്ധിച്ച് വെറുപ്പുണ്ടാവില്ല, സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷെ സത്യവിശ്വാസി അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, അത്തരം വളരെ വെറുപ്പായിരിക്കും. അത്തരം കാര്യങ്ങൾ ചെയ്തെങ്കിലേ എന്ത് ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് സുഖത്തിൽ കിടക്കാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാവരും എന്ത് ചെയ്യുന്നു, ഭൂരിപക്ഷം ആളുകളും ജാതിക്കും പോയി സങ്കടം പറയുന്നു, മരിച്ചവരോട് സഹായം ചെയ്യിക്കുന്നു, അവർക്ക് നേർച്ച കളപ്പിക്കുന്നു, മൗലൂദ് റാത്തീബ് അത് കഴിച്ചു. അതൊക്കെ എന്താവുന്നു, അതൊക്കെ ഒരു വെറുക്കപ്പെട്ട കാര്യമാണ് ആരെ സംബന്ധിച്ചിടത്തോളം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യങ്ങളാണ്.
അപ്പം അത്തരത്തിലുള്ള വെറുക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, അത് വെറുക്കപ്പെട്ട കാര്യമാണല്ലോ. നമ്മൾ ആ ചെയ്തെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വർഗത്തിൽ കിടക്കാൻ പറ്റുള്ളൂ എന്ന് അവരുടെ ധാരണ. പക്ഷെ അതൊക്കെ വിദ്യാർത്ഥാണ്, അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല ആ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളത്. അക്കാര്യം ഓർക്കുക. അതെന്ത് ചെയ്യുന്നു, അപ്പോൾ വെറുക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല നമുക്ക് എന്ത് ചെയ്യുന്നു, ഹറാമാക്കിയ കാര്യങ്ങൾ ഉണ്ട്, ഹലാലാക്കിയ കാര്യങ്ങളുണ്ട്, നിർബന്ധമാക്കിയ കാര്യങ്ങളുണ്ട്. ഈ നിർബന്ധമാക്കിയ കാര്യങ്ങൾ, ഫർലാക്കിയ കാര്യങ്ങളുണ്ട്. ഈ ഫർലാക്കിയ കാര്യങ്ങളും നിങ്ങൾ പ്രയാസമാണെങ്കിൽ കൂടി നമ്മൾ ചെയ്തെങ്കിലേ നമുക്ക് സുഖത്തിൽ കിടക്കാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ മനസ്സിലാക്കുക, വളരെ വിശദീകരണം ആവശ്യമാവുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കാതിരിക്കുക. ഹറാമായ കാര്യങ്ങൾ, ദേഹേച്ഛകൾ നമ്മൾ ഹറാമായ ദേഹേച്ഛകളുണ്ട്, ഹലാലായ ദേഹേച്ഛകളുണ്ട്. ഹലാലായ ദേഹേച്ഛകൾ നമുക്ക് അനുയോജ്യമാണ്. ഹറാമായ ദേഹേച്ഛകൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാതിരിക്കുക, നിർത്തുക. ഹലാലായ കാര്യങ്ങൾ മാത്രം ചെയ്യുക, ദേഹേച്ഛകനുസരിച്ച് കാര്യങ്ങൾ ഹലാലായ മാത്രം ചെയ്യുക. എന്നെ പോലെ തന്നെ സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമായ നിർബന്ധ കൽപ്പനകൾ നമ്മൾ ചെയ്യുക. വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടു നിൽക്കുക. സുന്നത്തായ കർമ്മം കഴിയുന്നത് ചെയ്തുകൊണ്ട് മാതൃകളായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الجنة الفردوس تجيرك من النار. اللهم إنا نسألك الجنة الفردوس تجيرك من النار. اللهم إنا نسألك الجنة الفردوس تجيرك من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. أنت المستعان بالله، لا حول ولا قوة إلا بالله. ربنا تقبل منا دعانا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.